രാവിലെ തൊട്ട് സൂര്യൻ ഐശ്വര്യയോട് പ്രേമം. നോക്ക്, ഉമ്മ വെച്ച് കൊല്ലുക. ഭയങ്കര വെയില. ബൈ ദ ബൈ, ഇന്ന് നമ്മളുള്ളത് ഒരു ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് ഐഷു. ഞാനിവളെ മാധവിക്കുട്ടി എന്നാണ് വിളിക്കാറ്. നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഒരു അംഗൻവാടിയാണ്. അതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഒരുപാട് കുട്ടികളും കുട്ടിപ്പട്ടാളങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ആക്ടിവിറ്റികളാണ് ഇവയെല്ലാം. അവരെ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രമം. അമ്മയോടൊന്ന് പറഞ്ഞത് വെറുതെ പേപ്പർ നശിപ്പിക്കണ്ട. ഫിസിക്കല്, മെന്റല്, ബിഹേവിയറല്, സോഷ്യൽ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇങ്ങനെയാണ്. ചിരിയും കളിയും തമാശയും നല്ല വൈബാണ്. ഞങ്ങളെ രണ്ടിനെയുമാണ് സെഷൻ ഇടുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കംഫർട്ടബിൾ ആണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ മോശമാണെന്നല്ല കേട്ടോ. ഇപ്പോൾ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം നമ്മുടെ പ്രോജക്ട് കോർഡിനേറ്റർ അഷിത മാം അവർക്കൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ സെഷനിലേക്കൊക്കെ കടന്നു. അതിനുശേഷം ഒരു ടീ ബ്രേക്കിനായിട്ട് ഞങ്ങൾ പോയതാണ് പുറത്തോട്ട്. പക്ഷേ ഞങ്ങൾ ചമ്മിപ്പോയി. കോഫി ഹൗസ് എന്ന പേരെഴുതി വെച്ചിട്ട് അവിടെ കോഫി ഇല്ല, ടീയും ഇല്ല. പക്ഷെ ആ ചമ്മലൊന്നും ഞങ്ങളുടെ മുഖത്ത് കാണാനില്ല. ഞങ്ങൾ വളരെയധികം എനർജറ്റിക് ആണ്. പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങൾ ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വരുവാണ് ഗൈസ്. അതിനുശേഷം സെഷൻസ് ഒക്കെ അവസാനിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് സൂര്യൻ്റെ ചൂട് ചുംബനം മാധവിക്കുട്ടിക്ക്. നല്ല വിശപ്പ് കാരണം ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവസാനത്തെ നോർത്തപ്പോൾ കുടിച്ച് തീരാറായ സോഡാ നാരങ്ങയുടെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല സൂപ്പറായിരുന്നു സോഡാ നാരങ്ങ. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്തായാലും പറയാനുണ്ടോ ഐശ്വര്യ പ്രിയെ? പറഞ്ഞു ഇന്നത്തെ സെഷനെ കുറിച്ച് ഭയങ്കര സൂപ്പർ സെഷനായിരുന്നു. ഞങ്ങളായിട്ട് പറയല്ല, നല്ല സെഷൻ, അടിപൊളിയായിട്ട് എടുത്തല്ലേ. ബസ്സിൽ തെക്കോട്ടും വടക്കോട്ടും കിടന്ന് ഓട്ടമായിരുന്നു. ആ ചിരിയാണ് ഇത്. അതിനിടയ്ക്ക് ഐശ്വര്യയുടെ സംശയം, ആ നിൽക്കുന്ന പാം ട്രീസ് ഒക്കെ അതുപോലെ കൊണ്ടുവന്ന് വെച്ചതാണോ അതോ നട്ട് കിളിർപ്പിച്ചതാണോ? സത്യം പറഞ്ഞാൽ എനിക്കും ഒരു ഉത്തരവില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ ഒരു ഐസ് ടീയും സോഡാ നാരങ്ങയൊക്കെ കുടിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗായ്സ്, ഓക്കെ ബൈ.